ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീക്കെൻഡ് എന്തിങ്ങനെ സ്നാക്സും കാര്യങ്ങളെല്ലാം ആക്കണമെന്ന് പറയുമ്പോൾ മമതക്കുട്ടി പറഞ്ഞു അവൾക്ക് നെയ് പായസം കുടിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. എന്നാൽ ഞാൻ വിചാരിച്ചു എന്നാൽ ഇച്ചിരി നെയ് പായസം ആക്കിയേക്കാം, ഡെസേർട്ട് പോലെ നമുക്ക് ഫുഡെല്ലാം കഴിച്ച ശേഷം കഴിക്കാമല്ലോ. അങ്ങനെ തവിട് കളയാത്ത അരി, ഈ റെഡ് കളറുള്ള അരി ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ അകത്ത് ഒരു അരക്കപ്പോളം അരി എടുത്ത് നന്നായി കഴുകി അതിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വിസിൽ വരാൻ വെച്ചു. നമ്മളെ കണ്ണൂർക്കാർക്കെല്ലാം അറിയാം, ഒരുവിധം എല്ലാ അമ്പലത്തിലും നമുക്ക് നെയ്പായസം കിട്ടേ. പക്ഷേ കണ്ണൂരിൻ്റെ സ്പെഷ്യൽ നെയ്പായസം ഞാൻ കഴിച്ചതെന്ന് വെച്ചാൽ നമ്മൾ പെർലശ്ശേരി അമ്പലത്തിലാണ്. അവിടെ നിന്ന് കിട്ടുന്ന നല്ല ചൂട് ഇലയിലിട്ട് തരും ആ ഒരു നെയ്പായസം. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം. മോക്കും അവിടുത്തെ നെയ്പായസം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവൾ എന്നോട് നെയ്പായസം ആക്കുമെന്ന് ചോദിച്ചത്. ഞാൻ നെയ്പായസത്തിൽ അത്യാവശ്യത്തിൽ കൂടുതൽ നെയ്യ് ഒഴിച്ച് അത് മക്കൾക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. പിന്നെ വാങ്ങിയ നെയ്യല്ല, വീട്ടിൽ തന്നെ ആക്കിയ ശുദ്ധമായ നെയ്യ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതേപോലെ അത്യാവശ്യം കുറച്ച് കൂടുതൽ ഒഴിച്ചത്. പിന്നെ ഞാൻ അതിന് കൂടെ തന്നെ നല്ല ശർക്കര പാനിയും കൂടി ഒഴിച്ച് മിക്സാക്കിയായിരുന്നു. പിന്നെ ചെക്ക് ചെയ്ത് തരാൻ മനസ്സിലായത് മധുരം ഇച്ചിരി കുറവാണെന്ന്. പിന്നെ എൻ്റെ അടുത്ത് വേറെ ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി ബ്രൗൺ ഷുഗർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. നമ്മളെ നാട്ടിലാണെങ്കിൽ ശർക്കര നമുക്ക് പെട്ടെന്ന് വാങ്ങാൻ കിട്ടുമല്ലോ, ഇവിടുന്ന് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നെയ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി തന്നെ ആയിരിക്കും. കാരണം കുട്ടിക്കെല്ലാം പെട്ടെന്ന് ഇഷ്ടപ്പെടുകയെ. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി സ്കൂളിൽ കൊണ്ടുപോകാൻ എന്താക്കുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഇച്ചിരി മുട്ട കേക്ക് ആക്കിയേക്കാന്ന് വിചാരിച്ചു. മുട്ട കേക്ക് ആക്കാൻ അറിയാത്തവരാരുമില്ല. അതിൻ്റെ എഡോ തയ്യാറാക്കി എടുക്കുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ടിപ്പ് പറഞ്ഞുതരാം. അന്നേരം അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാം. ഞാൻ നെയ്യ് ആഡ് ചെയ്തായിരുന്നു, പിന്നെ ഏലക്കായ എല്ലാവരും ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുമ്പം നമുക്ക് കുറച്ചും കൂടി നല്ല കളറ് കിട്ടും. പിന്നെ നമ്മളെ പ്ലെയിൻ മൈദയോ അല്ലെങ്കിൽ വീറ്റ് ഫ്ലോറിൻ്റെ കൂടെ ലേശം നമ്മളെ റവ, ഞാനിവിടെ ഉപയോഗിച്ചത് കോണിൻ്റെ റവയാണ്. അതും കൂടി ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സാധാരണ മുട്ട കേക്ക് പോലെ തന്നെയല്ല. ഇതാണ് ഞാൻ ഈ വീക്കെൻഡ് ഉണ്ടാക്കിയ സ്നാക്സ് കേട്ടോ. നെയ്പായസം സ്നാക്സായിട്ട് കൂട്ടണ്ട കേട്ടോ, അത് അടിപൊളിയായിരുന്നു. ഉണ്ടാക്കി കഴിഞ്ഞ് ടേസ്റ്റ് നോക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.